ഫെർണാണ്ടോ എന്നതാണ് അന്തോണീസിന്റെ യഥാർത്ഥ പേര്. ഫെർണാണ്ടോയുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു മുഖം ഫ്രാൻസിസ് അസീസിയുടേത് മാത്രം. ഫ്രാൻസിസ് അസീസി തൻ്റെ ഒരു റോൾ മോഡലായി താൻ തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നു എന്ന് അന്തോണീസിന് ബോധ്യമാകുന്നു. കാരണം ദൈവത്തിൻ്റെ നിസ്വാൻ എന്നും ഗോഡ്സ് പൗപ്പർ എന്നും ദൈവത്തിൻ്റെ ദരിദ്രൻ എന്നുമാണ് ഫ്രാൻസിസ് അസീസിയെ പഠിച്ച് നോവൽ എഴുതിയ കസാന്തിസാക്കിസ് പറഞ്ഞത്. ഒരു കുരിശിന്റെ ചുവട്ടിൽ ഇരിക്കുന്ന ഫ്രാൻസിസ് അസീസിയുടെ ഒരു ചിത്രം ഭംഗിയായി കൊത്തിവെച്ചു. ഈ ഭൂമിയിലെ ഏറ്റവും സൗന്ദര്യമുള്ള വാക്ക് ക്രിസ്തു എന്നല്ലാതെ മറ്റെന്തെങ്കിലുമാണ്. അതുകൊണ്ട് പറയാ, ക്രൈസ്റ്റ് ഈസ് എ പോസിബിലിറ്റി. നിങ്ങളുടെ അനന്ത സാധ്യതയാണ് ക്രിസ്തു. പലർക്കും അത് മനസ്സിലാകുന്നില്ല എന്നതാണ് പ്രശ്നം. അങ്ങനെ ക്രിസ്തുവിന്റെ അപരൻ എന്നറിയപ്പെടുന്ന, രണ്ടാമത്തെ ക്രിസ്തു എന്നറിയപ്പെടുന്ന സഭയിലെ ഒരേ ഒരാൾ ഫ്രാൻസിസ് അസീസി മാത്രം. അദ്ദേഹത്തിന്റെ 5 സഹോദരന്മാരാണ് നമ്മുടെ പാവപ്പെട്ട ഫെർണാണ്ടോയെ ഇത്രയും കുഴപ്പത്തിലാക്കിയത്. അവരൊരുപക്ഷെ വന്നില്ലായിരുന്നുവെങ്കിൽ ഫെർണാണ്ടോ ഈ തവിട്ട് നിറത്തിലെ വസ്ത്രം ധരിക്കില്ലായിരുന്നു. നമ്മുടെ കഥ ഇങ്ങനെയും മുന്നോട്ട് പോകത്തില്ലായിരുന്നു.